നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എടാ, മൂക്കി തൊടാൻ തലയെ ചുറ്റി വരേണ്ട കാര്യമൊന്നുമില്ല. എന്താന്ന് വെച്ചാ നേരെ പറയൂ. ചേച്ചി അളിയന്റെ റൂമിലേക്ക് പോകാൻ വന്നതാണോ? അതെ, തലച്ചോറിലെ ഒരു ഞരമ്പിന് പൊട്ടലുണ്ടായെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്. അതൊന്നുകൂടെ പൊട്ടിക്കാൻ വേണ്ടിട്ടാ ഞാൻ അങ്ങോട്ട് പോകുന്നത്. നീയും വാ. ചേച്ചി ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. ഞാൻ അവിടുന്ന് ഇപ്പൊ ഇവിടെ വന്ന് ചേച്ചി പറഞ്ഞ പോലെ ഇഞ്ചി കടിച്ച പോലെ നിൽക്കുന്നേ. പ്രതാപ, വല്ലതും പറയാനുണ്ടെങ്കിൽ മനസ്സിലാവുന്ന രീതിയിൽ തെളിച്ചു പറയൂ. എന്നാ തെളിച്ചു പറയാം. ചേച്ചിയുടെ ഉദ്ദേശം തന്നെയായിരുന്നു എനിക്കും. ഞാനതിന് തുടക്കം ഇട്ടതുവാ. അപ്പോഴേക്കും വിശാൽ അവിടെ കയറി വന്നു. പാർവതിക്ക് ചേച്ചി വിലക്കേൽപ്പിച്ചതുപോലെ അവൻ എനിക്ക് വിലക്കേൽപ്പിച്ചു. അളിയന്റെ റൂമിന്റെ വാതിക്കൽ അവൻ ലക്ഷ്മണ രേഖ വരച്ചു. എടാ, അവൻ എന്തെങ്കിലും സംശയമുണ്ടോ? എന്റെ ചേച്ചി, നമുക്ക് പരിചയമുള്ള ചേച്ചിയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന വിശാലല്ല ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ളത്. അവന്റെ നോട്ടത്തിലും ഭാവത്തിലും സംസാരത്തിലും ഒക്കെ ദ്വയാർത്ഥങ്ങൾ ഒളിഞ്ഞിറപ്പുണ്ട്. അതിന്റെ കാരണം അവന്റെ ഉള്ളിൽ പൊട്ടിമുളച്ച സംശയങ്ങൾ തന്നെയാ. എന്ത് സംശയം? അളിയന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം നമ്മളാണോന്ന സംശയം. ആ സംശയത്തിന്റെ വിത്ത് അവന്റെ മനസ്സിൽ വിതച്ചത് അവളാ, അടുക്കളക്കാരി പാർവതി. ഇനി നമ്മൾ കരുതലോടെ നീങ്ങണം. ആ മുള വളരാൻ അനുവദിക്കരുത്. എന്താ ജാസ്മിൻ, നീ എന്താ വല്ലാതിരിക്കുന്നെ? ഒരാൾ ഒരു ദിവസം 6 മണിക്കൂറെങ്കിലും ഉറങ്ങണമെന്ന്. 6 മണിക്കൂർ പോയിട്ട് 6 മിനിറ്റ് പോലും ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ലാത്ത ആ ഔട്ട് ഹൗസില് കൊതുക് കടിയും കൊണ്ട് ഭയന്ന് വിറച്ച് ഒറ്റയ്ക്ക് കിടക്കേണ്ടി വരുന്ന എന്റെ അവസ്ഥയെക്കുറിച്ച് ആന്റി ഒന്ന് ആലോചിച്ച് നോക്കി. മടുത്തു. ഏട്ടനുണ്ടായിരുന്നപ്പോ ഉള്ള സ്ഥലത്ത് പേടിയില്ലാതെ കിടന്ന് ഉറങ്ങായിരുന്നു. ജയിലറയ്ക്കുള്ളിലാണെങ്കിലും ആളും അനക്കൊക്കെ ഉണ്ടാവുമല്ലോ ഏട്ടൻ അവിടെ. ഇതൊരു തരം ശ്മശാന മൂകതയാ. എനിക്ക് വയ്യ ആന്റി. ഞാനിപ്പോ എന്ത് ചെയ്യണോന്നാ ജാസ്മിൻ പറഞ്ഞു വരുന്നേ? അത് ചേച്ചിക്ക് മനസ്സിലായില്ലെങ്കിൽ എനിക്ക് മനസ്സിലായി. ജാസ്മിനെ ഔട്ട് ഹൗസിൽ നിന്ന് ഇൻ ഹൗസിലേക്ക് പറിച്ചുവിടണമെന്ന് അല്ലേ ജാസ്മിൻ? അബ്സല്യൂട്ട്ലി റൈറ്റ്. നീ പറയുന്നത് കേട്ടപ്പോ എനിക്കും വിഷമമുണ്ട് മോളെ. പക്ഷേ അതുകൊണ്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ നേരത്തെ ആയിരുന്നെങ്കിൽ ഞാൻ മാത്രം വിചാരിച്ചാ മതിയായിരുന്നു. എന്നാൽ ഇന്നങ്ങനെയല്ല. കാര്യങ്ങളൊക്കെ ജാസ്മിന് അറിയാവുന്നതല്ലേ. ഏതായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ. നീ വിഷമിക്കണ്ട. ഇതിന് അനുയോജ്യമായൊരു പരിഹാര മാർഗം ഞാൻ ഉണ്ടാക്കാം. നീ ധൈര്യമായിട്ടിരിക്കേ. ചെല്ല്. കൂനിന്മേൽ കുരുന്ന പോലെ കാര്യങ്ങളുടെ പോക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.